കാഴ്ചവട്ടം എന്ന ഈ ചാനലുണ്ടല്ലോ, അതിന് പിന്നിൽ ഒരു വലിയ അനുഭവകഥയുണ്ട്. ഈയൊരു ചിന്തയാണ് ശരിക്കും ഈ യാത്രയുടെയെല്ലാം ഒരു അടിസ്ഥാനം. അപ്പോൾ നമുക്ക് ഒന്നാം ഭാഗത്തിലേക്ക് കടക്കാം. ഈ കഥ തുടങ്ങുന്നത് ഒരു കുട്ടിക്കാലത്തെ കണ്ടെത്തലിൽ നിന്നാണ്. പഴയ വീടിന്റെ മച്ചിൻപുറത്തുനിന്ന് കിട്ടിയ ആ ഫോണിലെ അതൊരു വെറും കളിപ്പാട്ടമായിരുന്നില്ല. അതൊരു പ്രവചനം പോലെയായിരുന്നു. ഇന്നത്തെ മീഡിയയിലെ ഈ ദൗത്യത്തിന്റെ ഒരു സൂചന. ഇനി ഭാഗം 2, പ്രവാസ ജീവിതം നൽകിയ പാഠങ്ങൾ. അവിടെയും വെല്ലുവിളികൾ ഒരുപാടായിരുന്നു. പക്ഷേ ഖത്തറിലെ ജീവിതം പണം മാത്രമല്ല സമ്മാനിച്ചത്, അതിലും വലിയ ചില കഴിവുകളായിരുന്നു. അടുത്തത് 3-ാം ഭാഗം. ഏറ്റവും വലിയ പരീക്ഷണം കാത്തിരുന്നത് പക്ഷേ സ്വന്തം നാട്ടിലായിരുന്നു. ഒറ്റയ്ക്ക് 9 മാസമാണ് അദ്ദേഹം സ്വന്തമായി കോടതിയിൽ നിയമപോരാട്ടം നടത്തിയത്. പൗരൻ യജമാനനാണെന്ന ആ ഒരു വിശ്വാസം, അതായിരുന്നു ആ പോരാട്ടത്തിന് പിന്നിലെ ഒരേയൊരു ശക്തി. അപ്പോൾ 4-ാമത്തെ ഭാഗം, ഈ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ എങ്ങനെ പുതിയ അറിവുകളായി മാറി? അതിനദ്ദേഹം ഒരു അടിപൊളി ഉപമയാണ് പറയുന്നത്. പഴയ സ്റ്റീൽ പാത്രങ്ങൾ പുതിയ പാത്രങ്ങളാക്കി മാറ്റുന്നത് പോലെ. അതായത് ഒന്നും ഇല്ലാതാവുന്നില്ല, എല്ലാം പുതിയ രൂപത്തിലേക്ക് മാറുന്നു. അതാണ് അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം. അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഈ അനുഭവങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന കാഴ്ചവട്ടം എന്ന പുതിയ ദൗത്യം. ഈ ചാനലിന് വ്യക്തമായ 2 ലക്ഷ്യങ്ങളുണ്ട്. 1, ഭരണഘടനാപരമായ സാക്ഷരത. 2, നന്മ പ്രചരിപ്പിക്കുക. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഈ കരുത്തിന് കാരണം അച്ഛന്റെ പാരമ്പര്യവും യുക്തിപരമായ വിശ്വാസവുമാണ്. അതുകൊണ്ടുതന്നെ നഷ്ടപ്പെട്ട ബിസിനസ്സോ പൊളിച്ച കെട്ടിടങ്ങളോ ഒന്നും അദ്ദേഹത്തെ തളർത്തുന്നില്ല. അപ്പോൾ ഈ യാത്ര നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ പോരാട്ടങ്ങളെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കും?